അതുപോലെ തന്നെ അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന മാണിസാറിൻ്റെ സഹായം ഈ നാട്ടിലെ ചെറിയ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അന്ന് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട്, വരൾച്ച ദുരിതാശ്വാസ ഫണ്ട് ഇതെല്ലാം വിനിയോഗിക്കാൻ അദ്ദേഹത്തിൻ്റെ റവന്യൂ മന്ത്രിയായിരുന്ന മാണിസാറിന് എൻ്റെ കയ്യിലായിരുന്നു വകുപ്പ്. അതുപോലെ നമ്മുടെ ഒരു റവന്യൂ ടവർ ഈ നിയോജകമണ്ഡലത്തിലെ ഒത്തിരി സർക്കാർ സ്ഥാപനങ്ങൾ പുറത്ത് വാടകയ്ക്ക് പ്രവർത്തിക്കുകയാണ്. അപ്പം അതെല്ലാം സർക്കാരിൻ്റെ ഒരു കെട്ടിടത്തിൽ വാടകയില്ലാത്തവണ്ണം പ്രവർത്തിക്കുന്ന ഒരു വലിയ കെട്ടിട റവന്യൂ ടവർ. അന്നത്തെ കാലത്ത് 11 കോടി രൂപ മുടക്കുന്ന വലിയ കെട്ടിടം. അന്നത്തെ 11 കോടി രൂപ എന്ന് പറഞ്ഞാൽ 110 കോടി രൂപയാണ്. അവിടെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു കെട്ടിടം പണിയാനായിട്ട് മാണിസാറ് പൈസ അനുവദിച്ചു. അന്നത്തെ കാലത്ത് 87 ലക്ഷം രൂപയോളം പൈലടിക്കാനും സൈറ്റ് ക്ലിയറിങ്ങിനുമായി പണം മുടക്കുകയും ചെയ്തു. അതങ്ങനെ നീണ്ടു പോയി. അങ്ങനെ ആ സമയത്ത് ഗവൺമെൻറ് മാറി. പിന്നീട് മന്ത്രിയായത് ഇവിടുത്തെ MLA ആയിരുന്ന PJ ജോസഫ് സാറാണ്. അദ്ദേഹം ആ പ്രോജക്റ്റ് അങ്ങ് കട്ട് ചെയ്തു. ഇപ്പോൾ 28 വർഷം 30 വർഷം 34 വർഷത്തോളം ആയി ആ പൈസ നഷ്ടപ്പെട്ട് കിടക്കണം, മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. പദ്ധതി ഇല്ലാതാക്കാൻ അദ്ദേഹം പറഞ്ഞ കാരണം എന്തായിരുന്നു? കാരണം ഇവിടെ റവന്യൂ ടവർ അല്ല ആവശ്യം, അവിടെ ഇൻഡോർ സ്റ്റേഡിയമാണ് വേണ്ടത് എന്നാണ് പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾക്ക് പോയി നോക്കാം, ഫ്ലാറ്റായിട്ട് തറ പോലെ മണ്ണായിട്ട് കിടക്കുകയാണ്, ഒന്നും ചെയ്തിട്ടില്ല. വാശിയാണ്. ഇവിടെ KM മാണി സാറിൻ്റെ പേരുള്ള ഒരു കെട്ടിടം ഈ ടൗണിൽ പാടില്ല എന്ന് PJ ജോസഫ് സാറിൻ്റെ ഒരു നിർബന്ധം. ഞാനല്ലാതെ മറ്റൊരു ദൈവം പാടില്ല എന്ന് പറയുന്ന പോലെ ഞാനല്ലാതെ ഒരു MLA ഇവിടെ വന്നാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന പൊതു നിലപാടായിരുന്നു അന്ന് MLA ക്കും ആ കൂടെയുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നത്.